നമസ്കാരം. ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന പേരിലുള്ള ആ സിനിമ കാണുന്നതിന് വേണ്ടി തിയേറ്ററിലേക്ക് കുടുംബ പ്രേക്ഷകരുടെ കുത്തൊഴുക്കാണ്. ആകെ കൂടി ആ സിനിമയിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഫഹദിന്റെ ഒരു മാസ് ഡയലോഗാണ്. എടാ മോനെ എന്ന് വിളിച്ചു തുടങ്ങുന്ന ഡയലോഗ്. ആ ഡയലോഗ് തുടങ്ങുമ്പോൾ തന്നെ ചിരിയും അതുപോലെ തന്നെ കയ്യടിയും തുടങ്ങും. എന്തായാലും ജനങ്ങൾ ആവേശപൂർവ്വം ഈ സിനിമ കാണാൻ പോകുന്നത് ഈ ഒരു ഡയലോഗ് കേൾക്കാനാണ്. അതേസമയം ഇവിടെ ഒട്ടും ആവേശത്തോടെയല്ലാതെ മറ്റൊരു മനുഷ്യൻ കൂടെ ഒരു ദിവസം പലതവണ ഇത്തരത്തിലൊരു ഡയലോഗ് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിൽ അദ്ദേഹം ഈ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ അമിത്ഷായെ നോക്കി, അല്ലെങ്കിൽ അമിത്ഷായെ മനസ്സിൽ ധ്യാനിച്ച്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം ഇപ്പോൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എടാ മോനെ പണി പാളി എന്നാണ്. എന്തായാലും മോദിയുടെ ഈ ഒരു അവസ്ഥ കണ്ട് ഇവിടെ പ്രേക്ഷകരൊക്കെ, അതായത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ അത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. അവർ കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും തിരിച്ചടിയാണ്. തിരിച്ചടി കിട്ടാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്നും പുറത്തു വന്ന വാർത്ത, ഹരിയാനയിൽ കുതിരക്കച്ചവടം നടത്തിയൊക്കെ സീറ്റ് പിടിച്ച് ഭരണത്തിലെത്തിയ പാർട്ടിയാണ് അവസാനം ഭരിക്കാൻ കേവല ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തുടനീളം രാജ്യസ്നേഹികളുടെ പാർട്ടി പുറകോട്ട് പോകുന്ന ഒരവസ്ഥ. എല്ലാ മേഖലയിലും അവർക്ക് തിരിച്ചടിയാണ്. അവർ ചെയ്തു കൂട്ടിയ എല്ലാവിധ നീചകൃത്യങ്ങളും അത് എണ്ണി എണ്ണി പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു ദിവസമാണിന്ന്. വല്ലാതെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ദിവസം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നു എന്നത് തന്നെയാണ് അവരുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ വല്ലാതെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിരുന്നു. ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ എന്തിനാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്? എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ വിലക്കാൻ മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് BJPയോട് ചോദിച്ചിരുന്നു. അന്നു മുതൽ അദ്ദേഹത്തിന് ജാമ്യം സുപ്രീം കോടതി അനുവദിക്കും എന്ന ഒരു തോന്നലുണ്ടായി. BJPയെ അത് വല്ലാതെ ഭയപ്പെടുത്തി. ജാമ്യം തടയുന്നതിന് വേണ്ടി പല കുതന്ത്രങ്ങളും BJPയുടെ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ധൃതിപ്പെട്ട് കേസിൽ ഇന്നൊരു കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ സുപ്രീം കോടതി ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി തീരുമാനിച്ചതുപോലെ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇവിടെ ജാമ്യം ലഭിച്ചാൽ എന്തായാലും നരേന്ദ്രമോദി ഇനിയും ഒരുപാട് വട്ടം പറയേണ്ടി വരും എടാ മോനെ പണി പാളി എന്ന്. കാരണം ഡൽഹിയിൽ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു കേസെടുത്ത് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കിയാൽ ഡൽഹിയിലുള്ള മുഴുവൻ സീറ്റും പിടിക്കാൻ കഴിയും, തൂത്തുവാരാൻ കഴിയും എന്നതായിരുന്നു BJPയുടെ പ്രതീക്ഷ. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടതോടുകൂടി ഡൽഹിയിലെ ചിത്രം മാറി. കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് നിന്ന് NDAക്കെതിരെ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു. എന്തായാലും ഇവർ ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഒക്കെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഹരിയാനയിൽ ഇന്നത്തെ BJPയുടെ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പഞ്ചാബിൽ BJPക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ അട്ടിമറിച്ച് തിരഞ്ഞെടുപ്പിൽ 10 സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ, അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 3 സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്തായിരിക്കും? പൊടി പോലും ഉണ്ടാകില്ല BJPയെ അവിടെ കണ്ടുപിടിക്കാൻ. അതായത് അത്രമാത്രം BJP ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ തന്നെ BJP കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഉടുത്തൊരുങ്ങി അദ്ദേഹം രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങിയാൽ BJP ഏറെക്കുറെ ഈ 3 സംസ്ഥാനങ്ങളിലും തീരുമാനമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ BJP നോക്കിക്കാണുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം തടയാനാണ് BJPയുടെ ഉദ്ദേശമെങ്കിൽ, അത്തരത്തിലൊരു നീക്കം BJP നടത്തുന്നുണ്ടെങ്കിൽ അത് നിലവിലുള്ള BJPയുടെ സാഹചര്യത്തെക്കാൾ വളരെ ഒരു പ്രശ്നത്തിലേക്ക് BJPയെ കൊണ്ടെത്തിക്കും. കാരണം ഇപ്പോൾ തന്നെ അനാവശ്യമായി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം വ്യാപകമായുണ്ട്. BJP വിരുദ്ധ വികാരം അത് ശക്തമായത് അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP നടത്തിയ നീക്കത്തിന്റെ പേരിൽ തന്നെയാണ്.
എന്തായാലും ഇനിയും അരവിന്ദ് കേജ്രിവാളിനെ ദ്രോഹിക്കാനൊരു നീക്കം BJP നടത്തിയാൽ തീർച്ചയായും അരവിന്ദ് കേജ്രിവാൾ ജയിലിലാണെങ്കിലും അദ്ദേഹം ശക്തനായിരിക്കും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആം ആദ്മി പാർട്ടി ശക്തമായി തന്നെ നിലനിൽക്കും. അവർ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ മുന്നിൽ നിന്ന് നയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തൊക്കെ പണികൾ BJP ചെയ്തു കൂട്ടി. വർഗീയത പരമാവധി പറഞ്ഞു നോക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ പുറത്ത് രംഗത്തിറക്കിക്കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള വർഗീയത പറഞ്ഞു. അവസാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇവിടെ മുസ്ലിങ്ങളെ കുത്തി നടക്കുന്നതിനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്ന് വരെ പറഞ്ഞു വെച്ചു. ഏത് കാലത്താണ്, ആര് ഭരിക്കുമ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടെ കളിക്കാനെത്തിയിട്ടുള്ളത്? എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ താരങ്ങൾ എന്ന് പറയുന്നത് രവിശാസ്ത്രിയും അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറും കപിൽ ദേവും ഒക്കെയാണ്. ഇടക്കാലത്ത് വന്ന ഒരു മുഹമ്മദ് അസുറുദ്ദീൻ ഒഴിച്ചാൽ മുസ്ലിം പേരുള്ള ആളുകൾ കാര്യമായൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാനെത്തിയിട്ടില്ല. നരേന്ദ്രമോദിക്ക് യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. എന്തെങ്കിലുമൊക്കെ അറിയുമെങ്കിൽ മിനിമം നമ്മുടെ രാജ്യത്തിനു വേണ്ടി കളിച്ച ക്രിക്കറ്റ് കളിക്കാരുടെ പേരെങ്കിലും അദ്ദേഹത്തിന് അറിയാൻ കഴിയുമെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ തന്നെ ഗുസ്തി താരങ്ങളോട് അദ്ദേഹം കാണിച്ചത് എന്താണ്? അതുകൊണ്ട് തന്നെ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, രാജ്യത്തിനു വേണ്ടി കളിച്ച് രാജ്യത്തിനു വേണ്ടി നിരവധി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത ആളുകളെയൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അതൊന്നും അറിയാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നീരവ് മോദിയെ അറിയാം, അതുപോലെ തന്നെ വിജയ് മല്യയെ അറിയാം, അംബാനിയെ അറിയാം, അദാനിയെ അറിയാം. അതുപോലെ തന്നെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹത്തിന്റെ ആ സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നറിയാം. പ്രശ്നമായപ്പോൾ അതിൽ നിന്ന് മുങ്ങി എന്നറിയാം. ബോണ്ട് വഴി ഒരുപാട് പണം BJPയുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു എന്നറിയാം. എന്തായാലും ഇത്തരത്തിലുള്ള ചില ഇടപാടുകളും ഇടപെടലുകളും അല്ലാതെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഒരാളുടെ പേരും വിവരവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അതറിയാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കന്മാർക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് ഒരു രൂപവുമില്ല. എന്തായാലും നരേന്ദ്രമോദി ഒന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും, അതായത് ഒരുപാട് തീ കോരിയിട്ടു, കത്തുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ രണ്ട് ഭാഗത്തു നിന്നും ആളുകളെ തമ്മിൽ തല്ലിച്ച് പരമാവധി ആളുകളെ തല്ലിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം പരമാവധി നടത്തി. ഇപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ആരോ പടച്ചുവിട്ട ഒരു ആനിമേറ്റഡ് വീഡിയോ അദ്ദേഹത്തിന്റെ എക്സിൽ അത് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അതായത് ജനങ്ങളെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ആരും ഒന്നും വിചാരിക്കരുത്. അതിനുവേണ്ടി നരേന്ദ്രമോദി ഒന്ന് മാറ്റിപ്പിടിച്ചു. മാധ്യമങ്ങൾ കുറച്ചെങ്കിലും അത്തരത്തിലുള്ള കോമഡികളെ കുറിച്ചും അതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രോളിയിട്ടാണെങ്കിലും സാഹചര്യം ഒന്ന് മാറിക്കിട്ടണം, ചർച്ച ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നരേന്ദ്രമോദി ഇപ്പോൾ അവസാനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയോടും മിത്രങ്ങളോടും അതുപോലെ തന്നെ അമിത്ഷായോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ വാക്കുകൾ തന്നെയാണ്: പണിപാളി.